എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ സാധിച്ചാൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒട്ടും വൈകാതെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിച്ചാലും. പ്രധാനമായി ഈ വീഡിയോ ഇപ്പോൾ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ലോണുകളെ കുറിച്ചാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലും പല ആപ്പുകളും വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ലോൺ തരാമെന്ന വാഗ്ദാനവുമായി പലരും നിങ്ങളുടെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. അതിലൂടെ പലരും അവരുടെ ജീവിതം തന്നെ ഹോമിക്കപ്പെടേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ ഈ വസ്തുത ആരും തന്നെ പുറത്തു പറയാറില്ല. എന്നാൽ ഇത് ഞാൻ നിങ്ങളിലേക്ക് പ്രധാനമായും ലൈഫ് വിഷൻ ശ്രോതാക്കൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ പ്രധാനമായി ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കം ഇങ്ങനെ: ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു രീതിയിലും നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കായിരുന്നാലും ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. കാരണം അവർ അറിയാതെ തന്നെ പല കെണികളിലും പെടാം. അതിന് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫോണായിരിക്കും. ഇതിൽ ഇവർ തുടക്കം കുറിക്കുന്നത്, നാം സാധാരണ ബാങ്കിൽ പോകുമ്പോൾ ഒരു ലോൺ എടുക്കാൻ ഒത്തിരി സമയം പ്രോസസ്സിംഗ് ഉണ്ട്. ഇതല്ല, വിത്തിൻ 24 hours നിങ്ങളുടെ ലോൺ കിട്ടും. നിങ്ങൾക്ക് അതായത് 5000-ഓ 10,000-ഓ ലക്ഷങ്ങൾ വരെ ലോൺ കിട്ടും. അത് അതിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച്. എന്നാൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവിധ റെക്കോർഡ്സും അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയിരിക്കും. കാരണം ലോൺ കിട്ടുന്ന ആ ഒരു ആവേശത്തിൽ നിങ്ങൾ ആ ഒരു ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കും. അതിലാണ് ഏറ്റവും വലിയ കെണിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവർ പറഞ്ഞ ലോണിൻ്റെ പാർട്ട് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കും. എന്നാൽ ആ സന്തോഷം വലിയ കാലം നീണ്ടു നിൽക്കില്ല. അത് ഏതാണ്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞാൽ തന്നെ അവർ ഇൻട്രസ്റ്റ് ആവശ്യപ്പെടും. നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുമായിരിക്കും. എന്നാൽ ഈ കോളുകൾ വരുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിരിക്കില്ല, പല രാജ്യങ്ങളിൽ നിന്നുമായിരിക്കും കോളുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ടാകും, ഈ പുറം രാജ്യങ്ങളിൽ നിന്നും ലോൺ തരുന്നവർ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു മൂഢമായ വിശ്വാസം വച്ച് നിങ്ങൾ ലോണിന് താല്പര്യം കാണിക്കും, നിങ്ങൾ ലോൺ എടുത്തിരിക്കും. എന്നാൽ നിങ്ങൾ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പെടുന്നത് ചില്ലറ ആൾക്കാരില്ല. വിവാഹിതർ, വിവാഹം കഴിച്ചവരുണ്ടാകും. അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അവിവാഹിതരുണ്ടാകും. അതും സ്ത്രീകളിലും പുരുഷരിലും ഒക്കെ ഉള്ളവരാണ്. ഇവരാണ് ഇതിൽ കൂടുതലും പെടുന്നത്. അത്യാവശ്യം വേണ്ടി വരുന്നതിൽ പോയി എടുക്കുന്ന ലോണാണ്. അതാരെയും കുറ്റം പറയാൻ പറ്റില്ല. സാഹചര്യം അങ്ങനെ ആയിപ്പോകുന്നു. എന്നാൽ ഈ ലോൺ കിട്ടിയതിന് ശേഷം പിന്നെ ഇവർ ചെയ്യുന്നത്, നിങ്ങൾ ലോൺ അടയ്ക്കാതെ വന്നാൽ, ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം, കാരണം ആർക്കും സമയമില്ലാത്തതാണ്. ഇവർ ചെയ്യുന്നത്, നിങ്ങളുടെ ഫോട്ടോകൾ, ആ സ്ത്രീയാണെങ്കിൽ സ്ത്രീയോ പുരുഷനാണ് പുരുഷനോ, സ്ത്രീയാണെങ്കിൽ മറ്റു പുരുഷന്മാരുമായിട്ടും പുരുഷന്മാരുടെ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ഫോട്ടോ കംപ്ലീറ്റ് അവർ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കും. അത് കിടപ്പറ രഹസ്യങ്ങൾ, നഗ്നമായ ഫോട്ടോകളായിരിക്കും. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളെ അറിയാത്ത ആൾക്കാരുമായിട്ടുള്ള ഫോട്ടോസ് അവർ എഡിറ്റ് ചെയ്ത് മോപ്പ് ചെയ്ത് നിങ്ങളിലേക്ക് അവരെത്തിക്കാൻ കാണിക്കും. നിങ്ങളെ ഭീഷണിപ്പെടുത്തും. ഇത് നിങ്ങൾ പൈസ അതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എടുത്ത ലോൺ അടച്ചില്ലെങ്കിൽ, ഞങ്ങളിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളറിയാതെ പോയി കെണിയിൽപ്പെടുകയാണ്. അങ്ങനെ കെണിയിൽപ്പെട്ട പലരും ജീവൻ ഹോമിച്ചവരുണ്ട്. അതാരും പറയില്ല. സ്ത്രീകളാണ് കൂടുതലും, പുരുഷന്മാരും പെട്ടു. കാരണം നല്ല രീതിയിൽ സന്തോഷമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ഇങ്ങനെയുള്ളൊരു കെണി വന്നാൽ ആരും സഹിക്കില്ല. ഒരു സ്ത്രീ അറിയാതെ പെട്ടുപോണതാണ്. എങ്ങനെ ഒരു പരപുരുഷനുമായിട്ട് കിടപ്പറ രഹസ്യങ്ങൾ, എങ്ങനെ കിടപ്പറ ഫോട്ടോകൾ, ആ രംഗങ്ങൾ എങ്ങനെ പുറത്തായി? വിശ്വസിക്കില്ല. കാരണം ഒരു ഭാര്യ പുരുഷനെയും ഈ സാഹചര്യത്തിൽ വിശ്വസിക്കില്ല, പുരുഷൻ ഭാര്യയും വിശ്വസിക്കില്ല. സത്യം അതായിരിക്കില്ല. സോ
ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ ഒരിക്കലും ഇങ്ങനെയുള്ള ലോൺ കെണികളിൽ പെടാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ നിരന്തരമായി ഫോൺ വരുന്നെങ്കിൽ ആകെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് ആ ഫോൺ നമ്പർ അപ്പം തന്നെ സൈഫർ സെല്ലിലേക്ക് കൈമാറുക. അവർ വേണ്ട രീതിയിൽ ചെയ്യുക. ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. അതുമല്ല, സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങളുടെ ഫോൺ ഒരിക്കലും ഒരു സുഹൃത്തിന് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങളുടെ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രേഖകൾ അവർ വെച്ച്, ഞാൻ എല്ലാ സുഹൃത്തുക്കളും പറയാം, നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അവർ ലോൺ എടുക്കും, അവസാനം കുടുങ്ങുന്നത് നിങ്ങളായിരിക്കും. സോ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ജീവിതം ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. നിസ്സാര ലോണിൻ്റെയൊക്കെ പേര് പറയും. നമുക്ക് കിട്ടുമ്പോഴെല്ലാം അനായാസം കിട്ടുമ്പോൾ നമുക്ക് അതിന് വലിയ സന്തോഷം. പക്ഷേ അതിൻ്റെ പിന്നിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല. ഞാൻ അറിയുന്ന പലരും ഇങ്ങനെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ വരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീട്ടുകാർക്കോ ബന്ധുജനങ്ങൾക്കോ നാട്ടുകാർക്കോ ഇതൊന്നും അറിയില്ല. എന്തോ അസുഖം വന്ന് മരിച്ചെങ്കിലും സംഗതി ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയിക്കുക. ഒരിക്കലും ഇങ്ങനെയുള്ള ഇതിൽ പെടാതിരിക്കുക. ഇനി ആരെങ്കിലും ഇങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഇനി വരുന്ന ലോൺ ആ കോളുകൾ അറ്റൻഡ് ചെയ്യരുത്. അവരുടെ ഫോണുകൾ നിങ്ങൾ സൈബർ സെല്ലിന് കൈമാറുക. ഒപ്പം സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും നിങ്ങൾക്ക് ഈ രീതിയിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് നിങ്ങളുടെ കുടുംബത്തിൽ പറയുക, എനിക്കിങ്ങനെ അബദ്ധം പറ്റി, ഇങ്ങനെ ഭീഷണികൾ വരുന്നു. ആദ്യമേ തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയുമല്ലോ, നമ്മൾ ഓരോ വ്യക്തികളും, ചിലർ നല്ല രീതിയിൽ ജീവിക്കുന്നവർ നിമിഷം കൊണ്ട് ബന്ധങ്ങൾ തന്നെ വേർപെട്ടു പോകുന്നു. അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കെണികളിലൂടെ. അതുകൊണ്ട് ഒരു രീതിയിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പെടാതിരിക്കുക. ഇൻസ്റ്റൻറ്റ് ലോൺ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ ബന്ധപ്പെടുന്നവരെ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും അനോണിമസ് കോളുകൾ എന്തെങ്കിലും വന്നാലും, ഏത് ഫോറിൻ കൺട്രീസിൽ നിന്ന് വന്നാലും അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സംശയം തോന്നിയാൽ അതുടൻ തന്നെ സൈബർ സെല്ലിന് നിങ്ങൾ ഇൻഫർമേഷൻ ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളും രക്ഷപ്പെടും. ഈ കെണിയിൽപ്പെടുന്ന പലരും രക്ഷപ്പെടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലോൺ ആപ്പുകൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക, ലോൺ എടുക്കാതിരിക്കുക. അനായാസം കിട്ടുന്ന എന്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരു രീതിയിലും ഈ വീഡിയോ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കരുത്. കാരണം പലരും ഇതിൽ പെട്ടവരുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ അവർ ബുദ്ധിമുട്ടായിരിക്കാം. ആ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഈ ലോൺ എടുത്ത് നിങ്ങളുടെ നഗ്ന ഫോട്ടോകൾ, സ്ത്രീയാണെങ്കിൽ മറ്റു പുരുഷന്മാരുമായിട്ടും ഒരു പുരുഷനോ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ഇടുമ്പോൾ ഈ ഫോട്ടോ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ബന്ധുജനങ്ങളിൽ എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ഒരു രീതിയിലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇതിലേക്ക് പോകും. അവസാനം ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. ഈ കാര്യങ്ങൾ ഇപ്പോഴും പലർക്കും നടക്കുന്നുണ്ട്. കൂടുതൽ നടക്കുന്ന ഇന്ത്യയിലാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. സോ ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു, ഈ സന്ദേശം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലും എത്തിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.